السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا يضلله ولا مضل له إلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير قال رسول الله صلى الله عليه وسلم شهر رجب الله والشعبان الشهري ورمضان أمتي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറെ സമാധിരനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സഹോദരി സഹോദരന്മാരെ, ഉമ്മ പെങ്ങന്മാരെ, മുതഅല്ലിം വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംഗമം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നാം പറയുന്നതും നാം കേൾക്കുന്നതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മൺമറിഞ്ഞു പോകാൻ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുടുംബാംഗങ്ങൾ, അയൽവാസികൾ, കൂട്ടുകാർ എല്ലാവരുടെയും ഖബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ, മണ്ണർ അല്ലാഹു മണിയറയാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാനിന്ന് നിങ്ങളുമായി സംവദിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്
ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാനിവിടെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്തും ഹദീസും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലുള്ള ഇസ്രാ സൂറത്തിൽ ഒന്നാമത്തെ ആയത്തും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ച റജബിനെയും ശഅബാനിനെയും റമദാനെയും വരവേൽക്കുന്ന, അല്ലെങ്കിൽ റജബും ശഅബാനും റമദാനും ഇന്നാലില്ല ആളുകളുടെ മാസമാണെന്ന് പറഞ്ഞു വെച്ചൊരു ഹദീസുമാണ്. എന്നാൽ എൻ്റെ മുന്നിലിരിക്കുന്ന പലർക്കും സംശയമുണ്ടാകാം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന വേദിയിൽ എന്തിനാണ് റജബിന്റെയും ശഅബാനിന്റെയും റമദാനിന്റെയും ഹദീസ് ഇവിടെ പറയേണ്ട ആവശ്യം? അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഇസ്രായിലെ ഒന്നാമത്തെ ആയത്ത് ഓതേണ്ട ആവശ്യം എന്താണെന്ന് പലരുടെയും മനസ്സിലുണ്ടാകും. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നാം നിലകൊള്ളുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. റജബ് 23 ഇന്ന് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റജബ് മാസം നമ്മോട് വിട പറയുകയാണ്. അത് കഴിഞ്ഞാൽ ശഅബാൻ, പിന്നെ റമദാനാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇസ്റാ മിറാജിലെ വലിയൊരു പങ്കുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ഇസ്റാ മിറാജ് നടന്നത് അത് റജബ് മാസത്തിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഓതിയ ആയത്തും ഹദീസും ഇവിടെ പ്രതിപാദിക്കാനുള്ള കാരണം. ഞാൻ വിഷയത്തിലോട്ട് കടക്കുകയാണ്. ആദ്യമായിട്ട് പറയാനുള്ളത്, ആരാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വർഗം കണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളിൽ ഒന്നാമനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലും ഹിജ്റയിലും ഗൗർസോറിലും ഖബറിലും നബിയുടെ കൂട്ടുകാരനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രവാചകർ കഴിഞ്ഞാൽ മുസ്ലിം ലോകത്തെ ഏറ്റവും ഒന്നാം സ്ഥാനക്കാരനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വഹാബികളിലെ ഏറ്റവും വലിയ പണ്ഡിതനും സാഹിദുമാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വിശ്വാസം കൊണ്ടും കർമ്മം കൊണ്ടും ധർമ്മം കൊണ്ടും സിദ്ദീഖ് തങ്ങളെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയായിരുന്നു ജീവിതം. തന്റെ സമ്പത്തും തന്റെ സന്താനം, എന്തിന് തന്റെ ജീവൻ പോലും അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സമർപ്പിച്ച ധീരനായ സ്വഹാബിയാണ്. വാക്കുകൾ കൊണ്ട് പറഞ്ഞ ദീർഘാനാവത്രയും മഹത്വം മേളിച്ച മഹാനായ നേതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ധാരാളം പറയാനുണ്ട്. നമുക്ക് അതിന് അനുവദിച്ച സമയം നമുക്ക് മതിയാവുകയില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടത്തിലൂടെ ഒരു വലിയ സമ്പന്നനായ മഹാനായിരുന്നു. ജാഹിലിയ കാലത്ത് തന്നെ ഖുറൈശി നേതൃത്വം അലങ്കരിക്കുകയും ചെയ്തൊരു മഹാനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ദീനിലേക്ക് ക്ഷണിച്ചപ്പോൾ യാതൊരു സന്ദേഹവുമില്ലാതെ നബിയെ അംഗീകരിച്ചതോടെ വിശുദ്ധ ദീനിലെ ആദ്യത്തെ പുരുഷനെന്ന മഹത്വവും സിദ്ദീഖ് തങ്ങൾ അവിടെ നിന്ന് ലഭിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ യാതൊരു സന്ദേഹമില്ലാതെ നബിതങ്ങൾ അംഗീകരിച്ചതോടെ വിശുദ്ധ ദീനിലെ ആദ്യത്തെ പുരുഷൻ എന്ന മഹത്വവും സിദ്ദീഖ് തങ്ങൾക്ക് ലഭിക്കുകയാണ്. സിദ്ദീഖ് തങ്ങൾ ഒരു മന്ത്രിയെ പോലെയായിരുന്നു നബിതങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ദീനിന്റെ പ്രബോധന വഴിയിൽ ആദ്യത്തെ പ്രഭാഷകന് മഹാനാണ്. ബദറിൽ ഉൾപ്പെടെ എല്ലാ സമരമുറകളിൽ നബിയോടൊപ്പം സിദ്ദീഖ് തങ്ങളും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഹിജ്റ പോവുകയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസാന്നിധ്യത്തിൽ ആദ്യമായി നബിയുടെ മിഹ്റാബിൽ ഇമാമായി നിസ്കരിച്ചതും മിമ്പറിൽ കയറിയതും സിദ്ദീഖ് തങ്ങളാണ്. തന്റെ പിൻഗാമി ആരാണെന്ന് നബി തങ്ങൾ സ്വഹാബികൾക്ക് കാണിച്ചു കൊടുത്തതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വഹാബികൾ സിദ്ദീഖ് തങ്ങളെ ഖലീഫയായി തെരഞ്ഞെടുക്കുകയാണ്.
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്താകുന്നതിന് മുമ്പേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായാൽ ഈ മുസ്ലിം ലോകത്തെ നയിക്കേണ്ടത് അബൂബക്കർ തങ്ങളാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് മഹാനവർകൾ അങ്ങേയറ്റത്തെ സൂക്ഷ്മതയും ഭക്തിയും പുലർത്തിയ സിദ്ദീഖ് തങ്ങൾ തന്റെ ഖിലാഫത്ത് കാലത്ത് വിശുദ്ധ ദീനിനെ കൂടുതൽ പ്രചാരണം ചെയ്യുകയും ദീനീ വിരുദ്ധന്മാരെ അമർച്ച ചെയ്യുകയും വിശുദ്ധ ഖുർആനിനെ ക്രോഡീകരിക്കുകയും ചെയ്തു. ഇതും മഹാനായ അബൂബക്കർ തങ്ങളാണ്. പ്രിയമുള്ളവരെ, നമുക്ക് വിശദീകരണത്തിലേക്ക് കടക്കാം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വളർച്ചയെ കുറിച്ച് പറയുകയാണെങ്കിൽ, മഹാനായ അബൂബക്കർ തങ്ങള് മക്കയിലാണ് സിദ്ദീഖ് തങ്ങൾ ജനിച്ചതും വളർന്നതും. സത്യസന്ധതയിലൂടെ എല്ലാവരുടെയും പ്രിയമിത്രമായി മാറിയ മഹാൻ ഖുറൈശികളുടെ നേത്രനിരയിലെത്തി. അതാണ് അദ്ദേഹത്തിന്റെ സത്യസന്ധത കാരണം ഖുറൈശികളുടെ നേതൃത്വം നൽകാൻ വേണ്ടി മഹാനവറുകളെ ഏൽപ്പിക്കുകയാണ്. മഹാനവറുകൾ കുടുംബത്തിന്റെ പേരുകളെ കുറിച്ച് വലിയ ജ്ഞാനമുണ്ടായിരുന്നു, വലിയ അറിവുണ്ടായിരുന്നു. തന്റെ കുടുംബത്തെ കുറിച്ച് പ്രിയമുള്ള എന്റെ മുന്നിലിരിക്കുന്ന സഹോദരന്മാരോട്, യുവാക്കളോട് പറയാനുള്ളത് എന്തെന്നറിയുമോ? ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ലഹരിക്കും മറ്റു MDMA വ്യഭിചാരത്തിനെയും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമൂഹ കാലഘട്ടത്തിൽ തന്റെ കുടുംബത്തെയും തന്റെ സ്വന്തം മാതാപിതാക്കളെയും 10 മാസം ഗർഭം ചുമന്ന് തന്റെ ഉമ്മയെയും ഉപ്പയെയും മറന്നുപോവുകയാണ്. എന്നാൽ മഹാനായ അബൂബക്കർ തങ്ങളുടെ ജീവിതം നാം പരിശോധിക്കുകയാണെങ്കിൽ തന്റെ കുടുംബത്തെ കുറിച്ച് വലിയ അറിവായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും അസത്യം പറയാത്തൊരു സ്വഹാബിയാണ് അബൂബക്കർ തങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മളോട് പറഞ്ഞില്ലയോ, കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ മസ്താകുന്നതും ഹറാമാണ്, ലഹരി ഉപയോഗിക്കൽ ഹറാമാണ്. എന്നാൽ മഹാനായ അബൂബക്കർ തങ്ങളെ ഒരിക്കൽ പോലും ലഹരി ഉപയോഗിച്ചിട്ടില്ല. അതാണ് മഹാനവറുകളുടെ പ്രത്യേകത. മഹാനവറുകൾ ഒരിക്കലും ലഹരി ഉപയോഗിച്ചിട്ടില്ല. ഒരിക്കൽ ഒരാൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, മൻ സനഉ ശരിബൽ ഖംറ നസഅല്ലാഹ് മിൻഹുൽ ഈമാന കമാ യഖ്ലഉൽ ഇൻസാൻ അൽ ഖമീസ മിൻ റഅസിഹി. ഒരാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ തന്റെ വസ്ത്രം ഊരിയെടുക്കുന്നത് പോലെ അവന്റെ വിശ്വാസത്തെയും അല്ലാഹു ഊരുന്നതാണ്. ഒരാൾ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ അവന്റെ വസ്ത്രം ഊരുന്നത് പോലെ അവന്റെ ഈമാനിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഊരുമെന്ന് അവിടെ നിന്ന് ഒരാൾ പറയുകയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. അതുപോലെ തന്നെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി പ്രബോധനം ചെയ്തൊരു മനുഷ്യനായിരുന്നു. നാമൊക്കെ മുസ്ലിമുകളാണ്, നമ്മുടെയൊക്കെ ഒരു ബാധ്യതയാണ് ദീനിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക. ദീനി പ്രബോധനം നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് നിറവേറ്റുന്നവർ ഈ കാലഘട്ടത്തിൽ ആരാണുള്ളത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കണ്ടുപഠിക്കണം. മഹാൻ ഇസ്ലാം ആശ്ലേഷിച്ച് നാളുകളായിട്ടില്ല. തന്റെ ധീരമായ ഇടപെടലിലൂടെ അനവധി ആളുകളെയാണ് വിശുദ്ധ ദീനിലേക്ക് ആകർഷിച്ചത്. മുസ്ലിമായ 10 ദിവസം തികയും മുമ്പേ 6 ആൾ സ്വർഗാവകാശികളായ 10-ൽ 6 പേരാണ്. പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് കടന്നു വന്നാൽ ആ റബീഉൽ അവ്വൽ മാസത്തിൽ നാം ഓതുന്ന മൗലീദ് പാരായണം ഉണ്ടല്ലോ, അതിലുള്ള യാ അക്രമ ബൈത്തുണ്ടല്ലോ, അതിൽ പറയുന്നുണ്ട് തുമ്മ റിളാ അൻ അബി ബക്കറിൻ വ അൻ ഉമരി വ അൻ അലി വ അൻ ഉസ്മാൻ ദിൽ കറമി സഅദ് സഈദ് സുബൈർ طلحة وأبي عبيدة وابن عوف في العاشر الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم.
ഈ ബൈത്തിൽ പറഞ്ഞ 6 പേരാണ്. ആരാണ് ആ 6 പേരെന്നറിയുമോ? ഉസ്മാൻ, തുൽഹ, സുബൈർ, സഅദ്, അബ്ദുറഹ്മാൻ, അബൂ ഉബൈദുല്ലാ റളിയല്ലാഹു അൻഹും അജ്മഈൻ. നമ്മുടെ ജീവിതം മുഴുവനെടുത്താലും സിദ്ദീഖ് തങ്ങളുടെ ഒരു നിമിഷത്തിന് തുല്യമെത്തില്ല. അതായിരുന്നു മഹാനായ അബൂബക്കർ തങ്ങളുടെ ജീവിതം. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ചോദിക്കാനുള്ളത്, നമ്മൾ ആരെങ്കിലും ദീനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? ദീനിലേക്ക് വരാൻ വേണ്ടി ഉപദേശിച്ചിട്ടുണ്ടോ? പ്രബോധനം ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി 10 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും 6 പേരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഇസ്ലാം പ്രചരിക്കാൻ തുടങ്ങുകയാണ്. ശത്രുക്കളുടെ ആക്രമണവും കൂടി. മുസ്ലിമായവരെ കിട്ടുന്നവർക്കെല്ലാം ശത്രുക്കൾ കൈകാര്യം ചെയ്തു. അടിമകൾ മുസ്ലിമായവരിൽ ഏറ്റവും ഹീനമായ നിലക്ക് അവരെ ആക്രമിച്ചു. അവർക്കെല്ലാം താങ്ങും തണലുമായ സിദ്ദീഖ് തങ്ങൾ കൂടെ നിന്നുവായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതുപോലെ തന്നെയാണ് സൗരിൽ തൊട്ടടുത്തവരെ ശത്രുക്കൾ എത്തിയപ്പോൾ ആശങ്കയിലായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ ആശ്വസിപ്പിച്ചത് പടച്ച റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ തൗബ സൂറത്തിൽ അവിടുന്ന് പറയുന്നുണ്ടല്ലോ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആ ഒരു ആയത്തിന്റെ കുറച്ച് ഭാഗം കൊണ്ടാണ് മഹാനവറുകളെ നബിതങ്ങൾ ആശ്വസിപ്പിക്കുന്നത്. അതായിരുന്നു മഹാനവറുകൾ. എന്നാൽ അതുപോലെ തന്നെ നമ്മളൊക്കെ ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഭൗതികമായ കാര്യങ്ങൾക്ക് ചിന്തിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമായിരുന്നു. എന്നാൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനൊന്നും ആഗ്രഹിക്കാത്തൊരു വ്യക്തിത്വമായിരുന്നു. മഹാനവറുകൾ വഫാത്താകുമ്പോൾ ഒരു ദീനാറും ദിർഹമും ശേഷിക്കാതെ എല്ലാം സ്വതക ചെയ്ത് തീർത്ത മഹാനായിരുന്നു സിദ്ദീഖ് തങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുന്നുണ്ട്, അസ്വദഖതു റദ്ദൽ ബലാ. സ്വതക വിപത്തിനെ തട്ടിക്കളയുന്നതാണ്, സ്വതക ബലാഇനെ തട്ടിക്കളയുന്നതാണെന്ന് അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന വാപ്പാ, നാം സ്വതക ചെയ്യണം. നാം ഫഖീറന്മാരെ സഹായിക്കണം, മിസ്കീന്മാരെ സഹായിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലയോ സ്വതക വിപത്തിനെ തട്ടിക്കളയുന്നതാണ്? ഇന്ന് നമുക്കറിയാം ധാരാളം പിരിവുകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമായ SKSSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു ഉപവിങ്ങാണ് സഹചാരി റിലീഫ് സെല്ല്. എല്ലാ റമദാനിലും ആദ്യത്തെ വെള്ളിയാഴ്ച പിരിവ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ വെള്ളിയാഴ്ച CH സെന്റർ. അങ്ങനെ ഒട്ടനവധി പിരിവുകൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നുണ്ട്. പക്ഷേ പല പുരുഷന്മാരും അതിലേക്കുള്ള സംഭാവനകൾ നൽകുന്നില്ല. എന്നാൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയൊരു ധർമ്മിഷ്ഠനായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഖലീഫയായിരിക്കുന്ന കാലത്തും സ്വന്തമായി ജോലി ചെയ്താണ് സിദ്ദീഖ് തങ്ങൾ ജീവിതമാർഗം കണ്ടെത്തിയത്. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങൾ ഉൾപ്പെടെയുള്ള സ്വഹാബികൾ നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് അബൂബക്കർ തങ്ങൾ ഖലീഫക്കുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിച്ചത്. അത് തന്നെ വഫാത്തിന് മുമ്പ് ബൈത്തുൽ മാലിലേക്ക് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഇതായിരുന്നു മഹാനവറുകൾ. സൂക്ഷ്മതയോടെ ജീവിച്ച ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തോടൊപ്പം നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. എന്നാൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാമിലാദ്യ പ്രഭാഷണവും പരീക്ഷണങ്ങളും നേരിട്ടൊരു വ്യക്തിത്വമായിരുന്നു. പ്രഭാഷണം ചെയ്തൊരു വ്യക്തിത്വമായിരുന്നു അബൂബക്കർ തങ്ങൾ. ഇസ്ലാമിൽ വെറും 8 ആളുകൾ മാത്രം നേരത്തെ നിബിതങ്ങളോട് സത്യദീനിന്റെ പരസ്യ പ്രഖ്യാപനത്തിന് സിദ്ദീഖ് തങ്ങൾ നിർബന്ധിച്ചു. അവർ പള്ളിയിൽ ഒത്തുകൂടി. അബൂബക്കർ തങ്ങൾ പ്രഭാഷണം തുടങ്ങുകയാണ്. അൽഹംദുലില്ലാഹ്,
ഇസ്ലാമിൽ ആദ്യത്തെ പ്രഭാഷണം അബൂബക്കർ തങ്ങൾ തന്നെ. പക്ഷേ ശത്രുക്കൾ വെറുതെ നിന്നില്ല. സിദ്ദീഖ് തങ്ങൾ അവർ ആക്രമിച്ച് മുഖം വികൃതമാക്കി. ബോധം നഷ്ടപ്പെട്ട മഹാനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ബോധം തിരിച്ചു വന്നപ്പോൾ അബൂബക്കർ തങ്ങൾ ആദ്യം തന്നെ ചോദിക്കുന്നത് എന്തെന്നറിയുമോ സഹോദര, എന്റെ നബി തങ്ങളെവിടെ? എന്റെ നബി തങ്ങളെവിടെ? എന്റെ നബി തങ്ങളെവിടെ? എന്റെ നബി തങ്ങൾക്ക് എന്ത് സംഭവിച്ചു? എന്റെ നബി തങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നബി തങ്ങൾ സുരക്ഷിതനാണെന്നറിഞ്ഞാലേ ഞാൻ ഭക്ഷണം കഴിക്കൂ എന്ന് മഹാനപടന്ന് വാശി പിടിച്ചു. നബി തങ്ങൾ പോയി കണ്ട ശേഷമാണ് മഹാനപടന്ന് ആശ്വാസമായത്. നാം അല്ലാഹുവിന്റെ റസൂലിനെ നാം സ്നേഹിക്കണം. അവിടത്തോട് സ്നേഹിച്ചാൽ നമുക്ക് ധാരാളം നേട്ടങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നമ്മെ സ്നേഹിക്കും. എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ നാം സ്നേഹിക്കലെങ്ങനെന്നറിയുമോ? അവിടത്തോട് നാം സ്വലാത്ത് ചൊല്ലണം. അവിടത്തോട് സ്വലാത്ത് ചൊല്ലിയാൽ ധാരാളം നേട്ടങ്ങളാണ് നമുക്കുള്ളത്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് 4 മലക്കുകൾ അവിടെ നിന്ന് കടന്നു വരികയാണ്. ഒന്നാമതായ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നതാരാണെന്നറിയുമോ സഹോദര? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, മൻ സ്വല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മറ യാ റസൂലല്ലാഹ്, ആരെങ്കിലും അങ്ങയുടെ മേൽ നിത്യവും 10 സ്വലാത്ത് ചൊല്ലിയാൽ അനഖബില റൂഹഹു കമാ ഖബില റൂഹുൽ അംബിയാ, അമ്പിയാക്കളുടെ റൂഹിനെ പിടിച്ചതുപോലെ, നബിമാരുടെ റൂഹിനെ പിടിച്ചതുപോലെ ഞാൻ അവന്റെ റൂഹിനെ പിടിക്കുമെന്ന് മലക്കുൽ മൗത്ത് അവിടുന്ന് പറയുകയാണ്. മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ. നമ്മുടെ തൊണ്ടക്കുഴയിൽ നിന്ന് റൂഹിനെ പിടിക്കുന്ന സമയത്ത് വല്ലാത്ത വേദനയാണ്. എന്തിന്? അല്ലാഹുവിന്റെ റസൂല് പോലും അവിടുന്ന് പറഞ്ഞില്ലയോ? ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കൊണ്ടവിടുന്ന് പറയുന്നുണ്ട്, യാ ആയിഷ അൽ മൗത ലിസകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ. മരണത്തിന്റെ വേദന കുറഞ്ഞു കിട്ടണമെങ്കിൽ ഹബീബിനോടുള്ള സ്വലാത്ത് നാം വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെയാണ് രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നതാരാണെന്നറിയുമോ? ഇടിമിന്നലിനെയും മഴയെയും നിയന്ത്രിക്കുന്ന മീകായേൽ അലൈഹിസ്സലാം അവിടുന്ന് വന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് മൻ സ്വല്ല അലൈക ഫീ കുല്ലി യൗമിൻ 10 മറ, നബിയേ അങ്ങയുടെ ഹൗലുൽ കൗസറിൽ നിന്നും ഞാൻ അവനിക്കൊരുറ്റ് വെള്ളം കുടിപ്പിക്കുന്നതാണ്. എന്തിനാണെന്നറിയുമോ? അങ്ങയുടെ മേൽ നിത്യവും 10 സ്വലാത്ത് ചൊല്ലുന്നവർക്ക്. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്ന മലക്കാരാണെന്നറിയുമോ? സൂറെന്ന കാഹളത്തിൽ ഓതുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം അവിടുന്ന് വന്നുകൊണ്ട് പറയുകയാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാം അവിടുന്ന് വന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് മൻ സ്വല്ല അലൈക ഫീ കുല്ലി യൗമിൻ 10 മറ, നബിയെ അങ്ങയുടെ മേൽ ആരെങ്കിലും 10 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അനസ്ജുദു ലില്ലാഹി മാ അർഫഉ റഅസി യഗ്ഫിറുല്ലാഹു ലഹു. അല്ലാഹുവിന്റെ റസൂലേ, ഈ പാപിയായ മനുഷ്യനുണ്ടല്ലോ, ഈ പാപിയായ മനുഷ്യനെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഈ പാപിയായ മനുഷ്യനക്ക് നരകം വിധിക്കുമ്പോൾ ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴും നബിയേ. അങ്ങനെ പെടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറയുമത്രേ, ഇസ്രാഫീൽ എണീക്കടോ ഇസ്രാഫീൽ. അങ്ങനെ ഞാൻ അല്ലാഹുവിനോട് പറയും, ഈ പാപിയായ മനുഷ്യനുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ എപ്പോഴും സ്വലാത്ത് ചൊല്ലുന്നവനാണ്. അതുകൊണ്ട് ഈ പാപിയായ മനുഷ്യന് നരകം ഹറാമാക്കാതെ, ഈ പാപിയായ മനുഷ്യന് പുറത്തു കൊടുക്കാതെ ഞാൻ അങ്ങയുടെ മുമ്പിൽ നിന്നും സുജൂദിൽ നിന്നും എണീക്കുകയില്ല അല്ലാഹ്.
നാലാമതായി അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്ന മലക്കാരാണെന്നറിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് വന്നുകൊണ്ട് പറയുന്നുണ്ട്, എന്താണെന്നറിയുമോ സഹോദരാ, ആരെങ്കിലും നബിയുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നരകത്തിന്റെ മുകളിലൂടെയുള്ള സിറാത്ത് പാലമുണ്ടല്ലോ, അവന്റെ കഴി പിടിച്ച ആ സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് പറയുകയാണ്. അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്ന സഹോദരാ, അള്ളാഹുവിന്റെ റസൂലിനെ നാം സ്നേഹിക്കണം, എങ്കിലേ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ സ്നേഹിക്കുകയുള്ളൂ. പഠിച്ചവനെ, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഇതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചാലുള്ള ഗുണങ്ങളിൽപ്പെട്ട ചിലത് മാത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ധാരാളം കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചാൽ കിട്ടാനുണ്ട്. അള്ളാഹു നമുക്കതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും തൗഫീഖ് നൽകട്ടെ. ഇതുപോലെ തന്നെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. നമുക്കൊക്കെ അറിയാം, മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് നിസ്കരിക്കുന്ന 5 വക്ത് നമസ്കാരം ഈ ഇസ്രാ മിഅ്റാജിലൂടെ ഉണ്ടായതാണ്. അതെങ്ങനെ ഉണ്ടായി എന്ന് വെച്ചാൽ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജ് കഴിഞ്ഞ് മടങ്ങിയപ്പോൾ അള്ളാഹു പ്രവാചകനോട് പറയുന്നുണ്ടത്രേ, ഒരു യാത്രക്കാരൻ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും സമ്മാനങ്ങൾ നൽകാറുണ്ടല്ലോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളിൽ പലരും പ്രവാസികളാണ്. പ്രവാസ ലോകത്ത് നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ തൻ്റെ കുടുംബത്തിനും മക്കൾക്കും ഭാര്യക്കും സന്താനങ്ങൾക്കും അവർ സമ്മാനങ്ങൾ കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിഅ്റാജ് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരു സമ്മാന പൊതിയാണിത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമുള്ള മിഅ്റാജ് ഉൾക്കൊള്ളുന്ന നിസ്കാരമാണ് തങ്ങളുടെ സമുദായത്തിനുള്ള സമ്മാനം. ഇതാണ് നിസ്കാര വിശ്വാസികളുടെ മിഅ്റാജ് എന്ന് പറയപ്പെടാനുള്ള കാരണം. ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. മക്കയിലെ മുശ്രിക്കുകളെ ഇളക്കി മറിച്ചൊരു സംഭവമാണ് ഇസ്രാഉം മിഅ്റാജും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഉറങ്ങുകയായിരുന്നു. ആ ഉറങ്ങുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് വിളിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ബുറാഖ് എന്ന വാഹനമുണ്ട് ജിബ്രീലിന്റെ അടുക്കൽ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. ബുറാഖിൽ കയറിയിരുന്നു. അത് കുതിച്ചു പാഞ്ഞു. വഴിയിലെ കാഴ്ചകളൊക്കെ കാണുന്നു. ബൈത്തുൽ മുഖദ്ദസിലെത്തി. അവിടെ പള്ളിയിൽ പ്രവേശിച്ചു. പല നബിമാരെയും കണ്ട് സംസാരിക്കുകയും ചെയ്തു. പിന്നെ ആകാശത്ത് ലോകത്തേക്ക് കയറി. ഓരോ ആകാശങ്ങളും കടന്നുപോയി അത്യുന്നത സ്ഥാനത്തെത്തി. ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത ഉന്നതത്വത്തിലെത്തി. അള്ളാഹുമായി സംഭാഷണം നടന്നു. 5 നേരത്തെ നിസ്കാരം ലഭിക്കുകയാണ്. ഭൂമിയിൽ മടങ്ങിയെത്തി. ബുറാഖിന്റെ പുറത്ത് കയറി മക്കയിൽ വന്നു. രാത്രിയുടെ ഒരു ഭാഗം മാത്രമേ ഈ യാത്രയ്ക്ക് വേണ്ടി വന്നുള്ളൂ. അതാണ് ആ ബുറാഖിന്റെ പ്രത്യേകത. മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് വരെയുള്ള യാത്ര ഇസ്റാ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആകാശ ലോകത്തിലേക്കുള്ള യാത്രക്കാണ് മിഅ്റാജ് എന്ന് പറയപ്പെടുന്നത്. അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെ യാത്രയെക്കുറിച്ച് സംസാരിക്കുകയാണ്. അത് ഖുറൈശികൾ അവിടെ നിന്ന് കേട്ടു. അവർ പരിഹാസവും തുടങ്ങി. നബി തങ്ങൾ പറയുന്നത് കള്ളമാണ് എന്നവിടെ നിന്ന് ഖുറൈശികൾ പറയാൻ തുടങ്ങി. കള്ളമാണ് അവിടെ നിന്ന് പറയുന്നതെന്ന് പറയാൻ തുടങ്ങി. ഒരിക്കലും നടക്കാത്ത സംഭവമാണ്. കേട്ടവർ പറഞ്ഞുകൊണ്ടിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് മക്കയിലാകെ വാർത്ത പരന്നു. അപ്പോൾ അകലെ നിന്ന് അബൂബക്കർ തങ്ങൾ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. ഖുറൈശികൾ ഓടിക്കൂടി, അബൂബക്കറേ നിൽക്കൂ, അബൂബക്കറേ ഇതെന്ന് കേൾക്കൂ, അബൂബക്കരേ താങ്കളുടെ കൂട്ടുകാരൻ പറഞ്ഞതാണെന്നറിഞ്ഞോ? എന്താണ് പറഞ്ഞത്? ഇന്നലെ രാത്രി മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് വരെ പോയത്രേ. അവിടെ നിന്ന് ആകാശ ലോകത്തേക്കും പോയി. ഇതാര് വിശ്വസിക്കും? താങ്കൾ വിശ്വസിക്കുമോ അബൂബക്കരെ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇവിടെ നിന്ന് ഖുറൈശികൾ പറഞ്ഞു, അതേ അബൂബക്കരെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം അത് വിശ്വസിക്കുമായിരുന്നില്ലായിരുന്നു. ഖുറൈശികളുടെ ധാരണ
അത് തെറ്റി, അവരുടെ ധാരണ തെറ്റിപ്പോയി, അവരാകെ ഞെട്ടിപ്പോയി, അദ്ദേഹത്തെ തള്ളി പറഞ്ഞു. ഈ വിവരം അറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, സിദ്ദീഖ്. അന്ന് മുതൽ അബൂബക്കർ സിദ്ദീഖ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാലും ഉടനെ വിശ്വസിക്കും. തന്നെ അല്ലാഹുവിന്റെ പ്രവാചകനായി നിയോഗിച്ചുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ഉടനെ അവിടുന്ന് വിശ്വസിക്കുകയാണ്. ഇസ്റാഉം മിഅ്റാജും വിശ്വസിച്ചു. സിദ്ദീഖ് എന്ന പദം അനർത്ഥത്വമാകുന്ന ജീവിതമാണ്. ആ ജീവിതം നാം അടുത്തറിയണം, ആ ഗുണങ്ങൾ നാം പകർത്തണം. അല്ലാഹുവേ, ഇസ്റാഉം മിഅ്റാജിൽ ഞങ്ങൾക്ക് മുത്തുനബിക്ക് നൽകിയ സമ്മാനമുണ്ടല്ലോ, ആ സമ്മാനം അല്ലാഹുവേ മരണം വരെ നിലനിർത്തി തരണേ അല്ലാഹ്, ഖലാഅ് ആവാതെ നിലനിർത്തി തരണേ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാന്റെ ജീവിതചര്യ പിൻപറ്റുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇതാണ് മഹാനായ അബൂബക്കർ തങ്ങൾ. മഹാനവറുകൾ ഇനിയും എത്രയോ പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.